ഇപ്പോൾ സമയം രാവിലെ 6:30 നമ്മളിതാ എല്ലാവരും കൂടി റെഡി ആയിട്ടൊരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ. ഇന്നലെ രാത്രി പ്ലാൻ ചെയ്തതാണ് ഇന്ന് രാവിലെ നേരത്തെ തന്നെ എണീറ്റ് പോവാന്നുള്ളത്. നമ്മൾ 3 കാറിലായിട്ടാണ് കേട്ടോ പോകുന്നത്. കണ്ടാൽ വിചാരിക്കും ദൂരയാത്രയാണെന്ന്. വേറെ എവിടേക്കുമല്ല, നമ്മളെ സ്വന്തം പൊന്നാനി ഹാർബറിലേക്കാണ്. ആക്കി വീണ്ടും ഓവർടേക്ക് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇതാ നമ്മളിവിടെ ഹാർബറിലെത്തി വണ്ടി പാർക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് നടക്കുകയാണ്. നമ്മൾ പൊന്നാനിക്കാരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഒരു ഹാർബറിലെ രാവിലത്തെ കാഴ്ചകളൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് കേട്ടോ നമ്മളെ കൂട്ടത്തിൽ. കുറച്ചും കൂടി നേരത്തെ വരികയാണെങ്കിൽ ബോട്ട് വരുന്നതും മീൻ ഇറക്കുന്നതും ആ കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാം കേട്ടോ. ഞങ്ങളെത്തിയപ്പോൾ തന്നെ മീനൊക്കെ ഇതാ ഇവിടെ കച്ചവടം ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ രാവിലെ 2-3 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. പുറത്തുള്ളവരൊക്കെ വരലുണ്ട് കേട്ടോ ഇങ്ങനെ ഈ രാവിലത്തെ ഈ ഒരു ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മളെ വീട്ടിലേക്ക് മീൻകാർ മീൻ കൊണ്ടുവന്നേരും. അതിൻ്റെ മുമ്പുള്ള സംഭവങ്ങൾ, അവർ മീനെടുക്കുന്നതും പിന്നെ ലേലം വിളിയും അതൊക്കെയാണ് കേട്ടോ നമ്മളിവിടെ കണ്ടത്. ഇവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മളിതാ തിരിച്ചു പോവുകയാണ് കേട്ടോ. പിന്നെ നല്ല ഫ്രഷ് മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് മുട്ടപ്പത്തിരിയും ബീഫും കഴിക്കലാണ്. പിന്നെ ഇവിടെ ഹാർബർ രാവിലത്തെ കാഴ്ച ചിലർക്കൊക്കെ കാണണമെന്ന് പറഞ്ഞപ്പോൾ നേരെ ഫസ്റ്റ് ഇങ്ങോട്ടേക്ക് വന്ന് ഇനി നേരെ പോവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ഫുൾ വ്യൂ. ഞങ്ങൾ മേലെ കയറിയതാണ്. ആക്ച്വലി ഇവിടെ കയറി നിന്നപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളോട് താഴേക്ക് ഇറങ്ങാൻ. അങ്ങനെ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പോകുന്നു. ഇനി ഇതാ നേരെ കർമ്മ റൂട്ടിലേക്ക്. നമ്മളിതാ കർമ്മ റൂട്ടിലെത്തി. മുട്ടപ്പത്തിരിയും ബീഫൊക്കെ ഓർഡർ ചെയ്തു. സാധനമൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ്, ഒരു പൊന്നാനി സ്പെഷ്യലായിട്ടാണ് മുട്ടപ്പത്തിരിയും ബീഫും. മുട്ടപ്പത്തിരി വെറുതെ തന്നെ ചായൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. അടിപൊളിയാണ്. നല്ല ചൂടുള്ള പുട്ടുണ്ടായിരുന്നു അവിടെ. അപ്പം ഞാൻ കുറച്ച് പുട്ടും ബീഫും കൂടി കഴിച്ച്. പിന്നെ ഇവിടെ പഴംപൊരി ഉണ്ടാവില്ലുണ്ട് കേട്ടോ. പഴംപൊരിയും ബീഫും നല്ല അടിപൊളി കോമ്പോ അല്ലേ. പക്ഷെ ഇന്ന് പഴംപൊരി ഉണ്ടായിരുന്നില്ല. വെക്കേഷനായപ്പോൾ കസിൻസും എല്ലാവരും വീട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ രാവിലെ തന്നെ. പിന്നെ ചെറിയ ആൾക്കാർ കേശയും കിയാനെ ഞാൻ എടുത്തിട്ടില്ല. അവർ നല്ല ഉറക്കത്തിലാണ് വീട്ടിൽ. അവിടെ നിഷ്കാക്കുണ്ട്, പപ്പുണ്ട്. അപ്പോൾ അവരുറക്കത്തിലാണ്. ഞങ്ങളിങ്ങോട്ട് വന്നതാ. അങ്ങനെ ഇതാ ബാക്കി എല്ലാവരും എണീക്കുമ്പോഴേക്ക് തന്നെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ? നമ്മൾ രാവിലെ പോയിട്ട് കുറച്ച് ചെമ്മീനും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, മീനൊക്കെ. അപ്പോൾ ഇതാ നല്ല വലിയ ചെമ്മീൻ നമുക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ചെമ്മീൻ വെച്ചിട്ട് ഇതാ ചെമ്മീൻ പുലാവ്, ചെമ്മീൻ വരട്ടിയത് അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഉച്ചക്ക്. നെക്സ്റ്റ് ഇതാ നമുക്ക് എഗ് ഫ്രൈ റെഡിയാക്കാം. ഇത് എഗാരോൻ്റെ എഗ് ബോയിലറാണ് കേട്ടോ. ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാവരും ചോദിക്കലുണ്ട് ഇത് നല്ലതാണോ എന്നുള്ളത്. സംഗതി അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. എപ്പോഴും മുട്ട പുഴുങ്ങാനും പിന്നെ വേറെയും കുറേ സംഭവങ്ങളുണ്ട്, പോച്ച്ഡ് എഗ്സ് ഉണ്ടാക്കാനും ഒക്കെ നല്ല യൂസ്ഫുള്ളായ പ്രൊഡക്റ്റാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. ടൈം ആയാൽ അതായത് അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. ആ കറക്റ്റ് എത്രയാണോ, അതായത് മീഡിയം ലെവൽ ആണോ നമുക്ക് കുക്ക് ആവേണ്ടത്, പിന്നെ ഫുള്ളായിട്ട് കുക്ക് ആവണോ, അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ സംഗതി അടിപൊളിയായിട്ട് തന്നെ റെഡിയായി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാ മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. മുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ റെഡിയാക്കാമെന്ന് വിചാരിച്ച്. അതായത് മുട്ട പൊരിച്ചതെന്ന് പറയില്ലേ. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ഇതാ എല്ലാ മുട്ട ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഓയിൽ
ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അതായത് ഫസ്റ്റ് തന്നെ ഹൈ ഫ്ലെയിമിൽ പൗഡേഴ്സൊക്കെ ഇട്ടാൽ കരിഞ്ഞു പോകും കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിം ആക്കിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ മുട്ട പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. പിന്നെ അപ്പോൾ ഗാരോൻ്റെ എഗ് ബോയിലർ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ വഴി പർച്ചേസ് ചെയ്യാം. ഓക്കെ. പിന്നെ ഇന്ന് വൈകുന്നേരം ഇതാ വേറൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമുണ്ട്. എൻ്റെ കേശ കുറേ ആയിട്ട് പറയുന്നുണ്ട് കാത് കുത്തണം എന്നുള്ളത് കേട്ടോ. ആക്ച്വലി ഞാൻ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടൊക്കെ കുത്തിയാൽ മതിയല്ലോ, എന്തിനാ അപ്പോൾ ഇപ്പം തന്നെ കാത് കുത്തുന്നത് എന്നുള്ളതായിരുന്നു. പക്ഷേ ആൾക്ക് കാത് കുത്തണം. കമ്മലിടാനുള്ള ഇഷ്ടം കൊണ്ടൊക്കെ കുറേ ആയിട്ട് പറയണതാണ്. അപ്പോൾ എന്തായാലും ഇതാ ഇന്നിപ്പോൾ സൺഡേ ആണ്, നിഷ്കാക്കയുണ്ട്. അങ്ങനെ ആയിട്ട് എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് പോവുകയാണ് കേട്ടോ. തിരൂരങ്ങാടിയിൽ ഉപ്പാനെയൊക്കെ വിളിച്ച് പറഞ്ഞതാണ് കേട്ടോ, ഉപ്പ ഞാൻ കാത് കുത്താൻ പോവുകയാണെന്നൊക്കെ. അങ്ങനെ ഇതാ നമ്മളിവിടെ സ്കൈ ഗോൾഡിലേക്ക് വന്നിട്ടുണ്ട്, പൊന്നാനിയിലുള്ള. കേശക്ക് ഇതാ ഈ ഫ്രോക്കൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് ആണ് കേട്ടോ. ആള് ഫുൾ കറങ്ങണ്, അങ്ങോട്ട് ഓടണം ഇങ്ങോട്ട് ഓടണം, അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്ക് ആ ഒരു മുഖം കാണുമ്പോൾ മനസ്സിലാവുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ കാത് കുത്താൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. അങ്ങനെ ഇതാ മൂപ്പരെ പുതിയായിരുന്നു, എല്ലാവരും കൂടി വേണം എന്നുള്ളതൊക്കെ. അതുപോലെ തന്നെ എല്ലാവരും ആയി. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണെങ്കിലും കസിൻസും എല്ലാവരും ഉള്ളൊരു ദിവസമായിരുന്നു. പിന്നെ എളാമ, ഉമ്മ, അങ്ങനെ എല്ലാവരും കൂടിയായി. സംഗതി ഇങ്ങനെ എന്തുണ്ടെങ്കിലും എനിക്ക് എല്ലാവരും ഉണ്ടാകുമ്പം അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ആയിട്ടുണ്ട്. പഠിക്കാം. ഇതൊക്കെ ബാക്കിയല്ല. കമ്മൽ നോക്കട്ടെ, കമ്മല് എന്ത് അയ്യേക്കാൻ പോയല്ലേ? കിയാൻക്ക് കാത് കുത്തണ? ഞാൻ എന്തിനാ കാത് കുത്തണേ? കാക്കൊന്നും കാത് കുത്തിയിട്ടില്ല, വാപ്പി കാത് കുത്തിയിട്ടില്ലല്ലോ. കാത് കുത്തണമെന്ന് ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നെ നേരെ കേക്ക് ഷോപ്പിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആൾക്ക് ഭയങ്കര ആഗ്രഹം കേക്കൊക്കെ മുറിക്കണം എന്നുള്ളത്, എല്ലാവരും കൂടി പാട്ടൊക്കെ പാടണം. ഫുൾ പ്ലാനിങ് കേശൻ്റെതായിരുന്നു. അപ്പോൾ കേശൊക്കെ കണ്ട് വിട്ടുകൊടുത്ത്. പിന്നെ കുറച്ച് ദിവസം മുന്നോട്ട് ചോദിച്ചും ചെയ്തിരുന്നു കേട്ടോ, എൻ്റെ ബർത്ത്ഡേ എപ്പോഴാണ്, ബർത്ത്ഡേക്ക് ഒരു കേക്ക് വാങ്ങി മുറിച്ചാലോ എന്നുള്ളത്. ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ട് കേക്ക് മുറിക്കലും ഹാപ്പി ബർത്ത്ഡേ പാടലും, നമ്മൾ പൊതുവേ ബർത്ത്ഡേക്ക് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു കേക്ക് വാങ്ങലും സെലിബ്രേഷനൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റാൾക്ക് അതൊക്കെ വലിയൊരു ആഗ്രഹമാണ്. നമ്മളിതാ അവിടെ നിന്നും കുറച്ച് കേക്കൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
ആ വീട്ടിലെത്തി ദാ എല്ലാവരും കൂടിയിട്ട് ചായ കുടിക്കലാണ്. അവിടെ പോയിക്കേ വീട്ടിലെത്തിയപ്പോൾ ആൾക്ക് വേറെ ഡ്രസ്സ് മാറ്റണം. അമ്മ വേറെ ഡ്രസ്സ് ഇട്ടാലോ? അങ്ങനെ ഇതാ വൈറ്റ് ഫുൾ ഫ്രോക്കൊക്കെ ഇട്ട് കൊടുത്ത് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. പിന്നെ ഇതാ 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ കമ്മൽ വാങ്ങാനായിട്ട് വന്നതാണ് കേട്ടോ. പപ്പാൻ്റെ വക കേശക്ക് കമ്മലെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഞങ്ങളിവിടെ കമ്മലൊക്കെ സെലക്ട് ചെയ്യാണ്. കേശക്കട നോക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. രാവിലത്തെ ഹാർബറിലേക്ക് പോക്കും കേശൻ്റെ കാതുകുത്തലും എല്ലാം കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.